ഞാൻ ഇന്ന് വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ പുറകുവശത്തുള്ള കണ്ടോ ഈ കാണുന്ന സ്ഥലം പെട്ടെന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ പുല്ല് പെട്ടെന്ന് ആർത്തു വരും. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വിക്ടയുടെ മോവറാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പല മോവർ യൂസ് ചെയ്തിരുന്നു, പക്ഷേ അതൊന്നും എനിക്കധികം ലൈഫ് തന്നില്ല, പെട്ടെന്നത് കേടുവന്ന് പോകുമായിരുന്നു. ഇതിപ്പോൾ വിക്ടയുടെ ഞാനിപ്പം 2 വർഷത്തോളമായി യൂസ് ചെയ്യുന്നു. ഇത് പെട്രോളിൻ്റെയാണ്. ഇത് ചിലത് ബാറ്ററിയുടെ ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ ഡ്രിവൺ ഡിവൈസസ് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ പെട്രോളിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. പെട്രോൾ ഒഴിക്കണം, അതിന് കൂടെ കുറച്ച് ഓയിൽ ഒഴിക്കണം. 2 സെപ്പറേറ്റ് ടാങ്കാണ്. അപ്പോൾ ഒന്ന് പെട്രോളിന് വേണ്ടിയിട്ടും E10 പെട്രോളാണ് ഞാൻ ഒഴിക്കുന്നത്, പിന്നെ ഒന്ന് ഓയിൽ ഒഴിക്കാനുള്ളതുണ്ട്. ഓയിൽ നമ്മൾ ഒരിക്കൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസമൊക്കെ ഈസിയായിട്ട് ഓടും. അപ്പം ഇത് വിക്ടയുടെ നല്ല ഇതാണ്, നമുക്ക് റഫ്യൂസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യണം എന്നുള്ളതാണ്. മൂവ് ചെയ്തിട്ട് പെട്ടെന്ന് കാട് കയറി പിടിക്കുകയും പിന്നെ നമുക്ക് വളരെ കഷ്ടപ്പാടാണ്. ഇപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോവർ മതി, ഈ ഇങ്ങനത്തെ കുറച്ച് ഏരിയകൾ പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ചൂടാകും. ഒരു 15-20 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ചൂടാകും. പക്ഷേ ഇത് കൂടാതെ നമ്മൾ ഈ ഏക്കറേജ് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൈഡ് ഓൺ മോവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് അതിന് മുകളിൽ കയറിയിരുന്ന് ഇതിപ്പം കണ്ടോ, ഇതിപ്പം ഞാനിങ്ങനെ ഉരുട്ടിക്കൊണ്ട് കിടക്കുമല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ മോട്ടോർ ബൈക്കൊക്കെ പോലെ നമുക്ക് അതിന് മുകളിൽ കയറി ഇരുന്നിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അധികം സ്ട്രെസ് ഇല്ല. ഇത് മോവറിനും ഈ പറയുന്ന പോലെ വലിയ സ്ട്രെസ് ഇല്ല, നമ്മളിതിങ്ങനെ ഉന്തിക്കൊണ്ട് കിടന്നു. പക്ഷേ വേറൊരു ട്രിമ്മറുണ്ട്, അത് ഞാൻ സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഉപയോഗിക്കുന്നത്. അത് ഭയങ്കര വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ആക്ച്വലി. അത് ഈ എഡ്ജൊക്കെ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പം സെൻറ്ററൊക്കെ എനിക്ക് കട്ട് ചെയ്യാൻ ഇത് മതി, മോവർ മതി. പക്ഷേ ഈ എഡ്ജ് ഇതിനോട് ആ ബ്രിക്സിൻ്റെയൊക്കെ ചേർന്ന് കിടക്കുന്ന ഏരിയ ഇല്ലേ, അതൊക്കെ എനിക്ക് ട്രിം ചെയ്യണമെങ്കിൽ ട്രിമ്മർ വേണം. അപ്പോൾ ആ ട്രിമ്മർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ടയർഡാവും. പിന്നെ രണ്ടാമത് കൈക്കൊക്കെ ഭയങ്കര പെയിനായിരിക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിപ്പോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം മാസ്ക് വെച്ചിട്ടുണ്ട്, അത് കാരണം ഭയങ്കരമായിട്ട് ഡസ്റ്റ് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇയർ മഫ് വെച്ചിട്ടുണ്ട്, അതായത് ഇതിന് ചെറിയ സൗണ്ട് വരും ഇതിൽ. അപ്പോൾ സൗണ്ട് ഇത് പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ട്രിമ്മറിന് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമ്മുടെ നോയ്സ് നമുക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെവിയിൽ ഇയർ മഫ് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഗോഗിൾ. വീണ്ടും കാണാം, ബൈ.